ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മനോവികാസത്തിലൂടെ മാത്രമേ ജീവിത വിജയം കിട്ടുകയുള്ളൂ. മനോവികാസം എന്താണ് എന്ന് ചോദിച്ചാൽ ഗീതയിലൂടെ പഠിച്ചെടുക്കണം, മനസ്സിലാക്കണം എന്താണ് മനോവികാസം. കാരണം മനോവികാസ ശാസ്ത്രമാണ് ഗീത. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, മനോവികാസം എന്നത് എല്ലാവർക്കും സാധ്യമാണ്. ബാക്കിയെല്ലാം സാധ്യമല്ല നമുക്ക്. ഇപ്പോൾ ഒരു മാത്സ് നിങ്ങൾ നോക്കൂ, 10ാം ക്ലാസ് വരെ പഠിച്ച നമുക്ക് എല്ലാവർക്കും മാത്സിൽ എക്സ്പേർട്ട് ആവൽ പ്രയാസമാണ്. എല്ലാവർക്കും എല്ലാ വിഷയത്തിലും എക്സ്പേർട്ട് ആവൽ പ്രയാസമാണ്. ഇപ്പോൾ കല, സാഹിത്യം ഇതെല്ലാവർക്കും ഒന്നും വഴങ്ങില്ല. ചിലവർക്ക് അതൊക്കെ വളരെ ഫ്ലുവൻ്റായിട്ട് വരും. പാട്ട് തന്നെ നോക്കൂ, നിങ്ങൾ പാട്ടുകാരുടെ വീട്ടിൽ ജനിച്ചിട്ട് പോലും ആ പാട്ടിൻ്റെ വാസനകളില്ലെങ്കിൽ പാടാൻ പറ്റില്ല. അപ്പം എല്ലാറ്റിനും ഒരു കഴിവ് വേണം നമ്മൾ പറയുന്ന പോലെ. എന്നാൽ മനോവികാസത്തിന് പ്രത്യേകിച്ചൊരു കഴിവും വേണ്ട. ആർക്കും സാധ്യമാകുന്ന, ആർക്കും പോസിബിളാക്കാൻ സാധിക്കുന്ന മാർഗമാണ് മനോവികാസ മാർഗം. അതാണ് ഗീത കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീത കൃത്യമായി പറയുന്നു, ആണായാലും പെണ്ണായാലും കുട്ടിയായാലും യുവാവായാലും വൃദ്ധനായാലും ഗീത പഠിക്കൂ, ഗീത മനസ്സിലാക്കൂ. ആത്മവികാസം, മനോവികാസം നേടി മനസ്സിനെ കൂടുതൽ സന്തോഷവും സന്തുഷ്ടിയും ധൈര്യവും കൃതാർത്ഥതയും ധന്യതയും നിറഞ്ഞ പൂർണ്ണത്വമുള്ള ഒരു മനസ്സാക്കി മാറ്റും എന്നുള്ളത്. അപ്പം അപ്രകാരമുള്ളൊരു മനസ്സിനെ നമുക്ക് രൂപപ്പെടുത്താൻ ഗീത കാണിച്ചു തരുന്ന വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ാം അധ്യായത്തിലെ 30-ാം ശ്ലോകത്തെ പറഞ്ഞു. ഇനി നമുക്ക് 31-ാം ശ്ലോകത്തിലേക്ക് കിടക്കാം. 4-ാം അധ്യായം 31-ാം ശ്ലോകം. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യക്കുരു സത്തമാം. എന്താ ഇവിടെ കൃഷ്ണൻ പറയുന്നത്? ഒന്നുകൂടി ഈ ശ്ലോകം വായിക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ട ശ്ലോകമാണ്. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യക്കുരു സത്തമാം. യജ്ഞശിഷ്ടാമൃതഭുജോ. ആ വാക്ക് തന്നെ ഗംഭീരം. യജ്ഞശിഷ്ടം, യജ്ഞത്തിൻ്റെ ശിഷ്ടത്തെ ആരാണോ അമൃതമായി ഭുജിക്കുന്നത് അവർ സനാതനം ബ്രഹ്മ യാന്തി, സനാതനമായിരിക്കുന്ന ബ്രഹ്മത്തിലേക്ക് യാന്തി. യാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. യാന്തി എന്ന് പറഞ്ഞാൽ യതനം, യജ്ഞം, പ്രയത്നം ചെയ്യുന്നവർ പോകും. അതിലേക്ക് പരിശീലനത്തിലൂടെ അവിടേക്ക് വികസിക്കും, അവിടേക്ക് എത്തിച്ചേരും. അവിടേക്ക് അവർ ക്രമേണ അവരുടെ മനസ്സ് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തും. അപ്പം യജ്ഞശിഷ്ടാമൃതഭുജു, ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവർ, അമൃതമായി കണ്ട് ഭുജിക്കുന്നവർ. അപ്പം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ നമുക്കറിയാം, ഭഗവാന് നിവേദിച്ചതിന് ശേഷമേ നമുക്ക് ആ പ്രസാദം കിട്ടുകയുള്ളൂ. ഇപ്പം നിങ്ങൾ പായസമായാലും ശരി, അപ്പായാലും ശരി, അടയായാലും ശരി, എന്ത് വഴിപാട് അമ്പലത്തിൽ കൊടുത്തിട്ടുണ്ടോ ഭഗവാന് നിവേദിച്ചതിന് ശേഷം, അപ്പം ഭഗവാൻ ഭുജിച്ചതിന് ശേഷമുള്ളതാണ് നമ്മൾ പ്രസാദമായിട്ട് മേടിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ പ്രസാദം ആയതുകൊണ്ട് പരാതിയില്ല. ഇപ്പോൾ 1 കിലോ പഴം കൊണ്ടു കൊടുത്തു, തിരുമേനി 2-3 എടുത്തു വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് പ്രസാദമായിട്ട് തിരിച്ചു തന്നാൽ നിങ്ങൾ പറയും 1 കിലോ ആണ് തന്നത്, ഇവിടെ നിങ്ങൾ 1 കിലോ തിരിച്ചു തരാൻ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇനി നിങ്ങൾക്കറിയാം 3 എടുത്ത് വെച്ചാൽ തിരുമേനി ഇനിയാ കഴിക്കുക, അല്ലെങ്കിൽ തിരുമേനിയുടെ ആൾക്കാരാണ് കഴിക്കുക. അല്ലാതെ ഒരു ഭഗവാനും ഗുരുവായൂരപ്പൻ അത് കഴിച്ചിട്ട് അടിപൊളി പായട്ടത് എവിടുന്നാണ് കൊണ്ടുവന്നത് അങ്ങനത്തെ ചോദ്യം വരില്ല. തിരുമേനിമാർ അമ്പലത്തിൻ്റെ അകത്തേക്കൊക്കെ പ്രസാദം കൊണ്ടുപോയാൽ നിൽക്കുന്നുണ്ടോ? അയ്യപ്പൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ദേവിയെടുത്ത് കഴിക്കുന്നുണ്ടെന്ന്. അതൊരു സാങ്കല്പികമാണ് കഴിക്കുന്നു എന്നുള്ളത്. കാരണം ആ പ്രാണശക്തിയാണ് അവർ തൃപ്തിപ്പെടുത്തുന്നത്.
അപ്പം ഇവിടെ ഭഗവാന്റെ പ്രസാദം കഴിക്കുമ്പോൾ നമ്മളതിനെ കൊടുത്തതിനെ നമ്മൾ പറയും നിവേദ്യമെന്നും, കൊടുക്കുന്നതിനെ കിട്ടുന്നതിനെ നമ്മൾ പ്രസാദമെന്ന് പറയുന്നു. ഇപ്പം ഇവിടെ യജ്ഞശിഷ്ടം ഭുജിക്കുന്നവർ സനാതനം യാന്തി എന്ന് പറയുമ്പോൾ എന്താവോ ഈ യജ്ഞശിഷ്ടം എന്ന് പറയണത്? യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഗണപതി ഹോമപ്രസാദാണോ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ സാധാരണ വലിയ വലിയ ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നെയ്യ് അതിലേക്ക് ഹോമിക്കുമ്പോൾ, ഹവിസ് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ലേശം ബാക്കി എടുത്തു വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ബാക്കി വരുന്ന നെയ്യ് അതാണോ യജ്ഞശിഷ്ടം സംവാദം എന്ന് പറയുന്നത്? അതിനെയാണോ കൃഷ്ണൻ പറയുന്നത്? അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഈ യജ്ഞശിഷ്ടം എന്ന് പറയുന്നത്, യജ്ഞത്തിൻ്റെ ബാക്കി വരുന്നത് കഴിക്കുന്ന ഒരു പ്രസാദത്തെക്കുറിച്ചല്ല. ആദ്യം നമ്മൾ കഴിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. അപ്പം ഇവിടെ യജ്ഞം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു, സമർപ്പണമാണ്. മനസ്സിൻ്റെ പൂർണ്ണമായ സമർപ്പണം, ഏകാഗ്രതയോടെ, അലിവോടെ, അർപ്പണത്തോടെ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പേരാണ് കൃഷ്ണൻ യജ്ഞം എന്ന ഭാഷ കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത്, സമർപ്പണം. അപ്പോൾ യജ്ഞം എന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെ ഓർമ്മിക്കുക, ഒരു തിരുമേനിയുടെ കയ്യിൽ നെയ്യെടുക്കുന്ന ആ ഒരു ഇത് ശ്രക്ക് കണ്ടിട്ടുണ്ടാവും. ആ ശ്രക്ക് കൊണ്ട് അദ്ദേഹം നെയ്യെടുത്ത് ആ അഗ്നിയിലേക്ക് കണ്ട് ഹോമിക്കുന്നു. ഇതെന്ന മമ. ഇതുപോലെ നമ്മുടെ മനസ്സാണ് നെയ്യെന്നപ്പോഴും ഓർക്കുക. നാം ചെയ്യുന്ന കർമ്മം, അത് നാമം ചൊല്ലലാവട്ടെ, ജോലി ഓഫീസിലാവട്ടെ, വീട്ടിലാവട്ടെ, അതാണ് അഗ്നി. അതിലേക്ക് മനസ്സാകുന്ന നെയ്യെ ഹോമിക്കുന്ന പൂജാരിയാണ് നാം. അപ്പം നമ്മളാകുന്ന പൂജാരി, മനസ്സാകുന്ന നെയ്യെ നാം ചെയ്യുന്ന പ്രവൃത്തിയാകുന്ന ആ കർമ്മത്തിലേക്ക് ഹോമിക്കുന്നു. എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം ഇതാണ് യജ്ഞം. അപ്പം അതിലെ മെയിൻ ചടങ്ങ് എന്താണ്? നെയ്യ് ഹോമിക്കലാണ്. അപ്പം ഇവിടെ നെയ്യ് മനസ്സാണ്. അപ്പം മനസ്സിനെ ഹോമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് മനസ്സിനെ അർപ്പിച്ചുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട്, ലയിപ്പിച്ചുകൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് എവിടെ അലിയുന്നു അവിടെ അത് സ്വതന്ത്രമാകുന്നു. സകല അസ്വസ്ഥതകളിൽ നിന്നും, വിഷമത്തിൽ നിന്നും സ്വതന്ത്രമാകുന്നു. മനസ്സിന് കുറേ സ്വസ്ഥതയുണ്ടാകും, മനസ്സിന് കുറേ ശാന്തതയുണ്ടാകും. അപ്പം മനസ്സ് വളരെ ശാന്തമാകുമ്പോൾ സുഖമായിത്തീരുന്നു. ശാന്തസുഖത്തിലാണ് സുഖം. അശാന്തസ്യ കുതസുഖം എന്ന കൃഷ്ണൻ 2-ാം അധ്യായത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ശാന്തം സുഖം എന്നാണ്. ശാന്തമായ മനസ്സ് സുഖവുമാണ്. അങ്ങനെ മനസ്സിനെ നാം ഏകാഗ്രമാക്കുമ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത കൂടുന്നു, ശാന്തി കൂടുന്നു. ശാന്തി കൂടുമ്പോൾ സുഖം കൂടുന്നു. സുഖം ഉള്ളൊരു മനസ്സിന് കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ശക്തി, ഏകാഗ്രത, അതുപോലെ തന്നെ കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവറൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ കിട്ടുമ്പോൾ, എങ്ങനെയുള്ളത്? ഏകാഗ്രതയും അർപ്പണമൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥ കിട്ടുമ്പോൾ അങ്ങനെയുള്ളവർ ജോലി ചെയ്യുന്നതിൽ വളരെ കൃതാർത്ഥരാണ് അവർ. ദേ ആർ സോ ഹാപ്പി വിത്ത് ദെയർ വർക്ക്. കാരണം വളരെ കൃത്യമായി അവരുടെ പ്രവൃത്തികൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നു, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നു, മറ്റുള്ളവർക്ക് വേണ്ടത് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നു. ദേ ബിക്കം സോ എഫിഷ്യൻറ്റ്. അപ്പം ആ രീതിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു യജ്ഞശിഷ്ടത്തെ ഭുജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞശിഷ്ടം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എപ്പോഴും ഓർക്കുക, ഇവിടെ ഹോമകുണ്ഡത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമല്ല, നാം ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രയോജനവുമാണ് യജ്ഞശിഷ്ടം. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, നമ്മളാൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു പരോപകാരം, അവർക്കുണ്ടാകുന്ന നമ്മളിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ഒരു സപ്പോർട്ട്, സഹായം, ഇതിൽ ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതിൽ സന്തോഷിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരു വലിയ സംതൃപ്തി വേറെയില്ല.
അതാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ നമ്മളോട് പറഞ്ഞത്. സാധന അനുഷ്ഠിക്കൂ, സേവനം ചെയ്യൂ. സേവനം ചെയ്യാറ് വെറുതെ ഫ്രീ ആയിട്ടെല്ലാം ചെയ്യണമെന്നല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും പ്രയോജനവും ഉണ്ടാവണം എന്ന് വിചാരിക്കുക. അപ്പം മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാവുക, അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് സന്തോഷമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ സന്തോഷം നിങ്ങൾക്ക് തരുന്ന കൃതാർത്ഥത വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ നോക്കൂ, അമ്മമാർ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പം അവർക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടും അവർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ത്യാഗങ്ങൾ സഹിച്ചും അവസാനം ആ കുട്ടികൾ നല്ല മിടുക്കന്മാരായി ശ്രേഷ്ഠന്മാരായി വരുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു അഭിമാനമാണ്, കൃതാർത്ഥതയാണ്, സന്തോഷമാണ്. ഓ, എൻ്റെ മകൻ എൻ്റെ മകൾ എത്ര കഴിവുള്ള കുട്ടിയാണ്. അപ്പം ഈ തരത്തിൽ ഒരു നല്ല വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ, ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വമായി മാറാൻ ഏകാഗ്രതയും അർപ്പണവും അതുപോലെ അതിലൂടെ മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രയോജനവും അത് ഉൾക്കൊള്ളാനുള്ള അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മനസ്സ് ബ്രഹ്മസനാതനം യാന്തി. ആ മനസ്സ് സ്വാർത്ഥ ലോകത്തിൽ നിന്നും സ്വാർത്ഥ ചിന്തയിൽ നിന്നും പടിയായിട്ട് ഉയർന്ന് ബ്രഹ്മത്തിലേക്ക്, പൂർണ്ണതയിലേക്ക്. ബ്രഹ്മം എന്ന വാക്കിന് ബൃഹത്വാത് ബ്രഹ്മം എന്നാണ്. ബൃഹത്വാത് ഏറ്റവും വിശാലമായത്, അല്ലെങ്കിൽ ഏറ്റവും പൂർണ്ണമായത്. ആ പൂർണ്ണതയിലേക്ക് ആ മനസ്സ് എത്തിച്ചേരും. അപ്പം മനസ്സിനെ വികസിപ്പിച്ച് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും അർപ്പണത്തിനും, മൂന്നാമത്തത് ആസ്വാദനത്തിനും, ഏകാഗ്രത, അർപ്പണം, ആസ്വാദനം, ഇതാണ് യജ്ഞ ശിഷ്ട അമൃത മുച്. നമ്മളാൽ ചെയ്യുന്ന ആ പ്രവൃത്തിയിലുള്ള ലയം കൊണ്ട് കിട്ടുന്ന സന്തോഷം, അതുപോലെ തന്നെ നമ്മളാൽ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു സുഖം, ഇതെല്ലാം നമ്മുടെ മനസ്സിന് വിശാലത കൂട്ടുന്നു, മനസ്സിൻ്റെ മഹത്വം കൂട്ടുന്നു, മനസ്സിൻ്റെ ശ്രേഷ്ഠത കൂട്ടുന്നു. ആ മനസ്സ് ക്രമേണ ഉയർന്ന് വരും എന്ന കാര്യത്തിൽ സംശയിക്കണ്ട. അപ്പം നോക്കൂ, ഏതൊരു മനുഷ്യ മനസ്സിനും ഈശ്വരീയമായൊരനുഭവത്തിലേക്ക് എത്താൻ ഈ 3 കാര്യങ്ങൾ മതി. 1 ഏകാഗ്രത, 2 അർപ്പണം, മൂന്നാമത്തത് ആസ്വദിച്ചുകൊണ്ട് സേവനം. മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം ഉണ്ടാവണേ, ഉപകാരമുണ്ടാവണേ എന്നെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്രകാരം ഒരു മാനസികാവസ്ഥ വളർത്തിയെടുത്താൽ നാം സനാതനം യാന്തി, പൂർണ്ണതയിലേക്ക് പടിപടിയായിട്ട് മനുഷ്യനുയരും. അല്ലെങ്കിലോ ന അയം ലോക അസ്തി, അല്ലാത്തവർക്ക് ഈ ലോകം, അയം എന്ന് പറഞ്ഞാൽ ഈ ലോകം, അതായത് ഈ ജീവിച്ചിരിക്കുന്ന ലോകം ഇല്ല. അസ്ഥി എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക, അതില്ല. എന്നാ അസ്ഥി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ ആരും. ലോകമുണ്ടല്ലോ. അതിനർത്ഥം, ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം അനുഭവം എന്നാണ്. ലോക്യതേ അനേനൈതി. അപ്പം ഈ ലോകവും ഇല്ല, പിന്നെ മറുലോകവും ഇല്ല. ഇവിടെ അയം ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകം, മറുലോകം എന്നില്ല അവിടെ. അപ്പോൾ അയൽലോകം തന്നെ, ഈ ലോകവും ഇല്ല, മറ്റൊരു ലോകവും ഇല്ല. കാരണം ഇവിടെ തന്നെ ആ വ്യക്തിത്വത്തിന് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇത് നാം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആരുടെ മനസ്സാണോ ഈ ഒരു സനാതന, ഈ ഋഷിവര്യന്മാർ പറഞ്ഞ പാതയിലൂടെ അല്ലാത്തവർ പോകുന്നത്, അവർക്ക് എവിടെയും വികസിക്കാൻ സാധിക്കില്ല. അല്ലാത്തവർ ആ സാധനയിൽ മുഴുകി അവനവൻ്റെ ജീവിതത്തെ മെച്ചുവേർഡായിട്ട് വളരെ പക്വതയോടെ കൊണ്ടുപോകുന്നവർക്ക്, അവർക്ക് ജീവിതത്തിൽ ഉന്നതിയും ഉയർച്ചയും ബ്രഹ്മ സനാതനം യാന്തി. അതുകൊണ്ട് ഇന്ന് അയം ലോക, അല്ലാത്തവർക്ക് ഈ ലോകമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാത്തവർക്ക് ഈ ലോകമില്ല എന്ന് പറഞ്ഞാൽ ലോകമില്ല എന്നല്ല കൃഷ്ണൻ പറയുന്നത്, ജീവിതമില്ല. കുറേ കാണിച്ചു കൂട്ടലല്ലാതെ, ഷോ അല്ലാതെ ഉള്ളിൽ ആത്മാർത്ഥമായൊരു സന്തോഷമോ സംതൃപ്തിയോ കൃതാർത്ഥതയോ ഒരു സ്വസ്ഥതയോ ഇല്ല. മനസ്സൊരു സ്വസ്ഥമായിട്ടൊന്ന്, സ്വതന്ത്രമായിട്ടൊന്ന് ഇരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതമനുഭവിക്കുന്നത് അവരവർക്ക് സ്വസ്ഥമായിട്ട് ഒരു സമാധാനത്തോടുകൂടി ഒരു ലോകമില്ല. കാരണം മനസ്സ് മുഴുവൻ അസ്വസ്ഥം. അപ്പം അതുകൊണ്ട് മനസ്സ് അസ്വസ്ഥമാകുന്നവർക്ക് ന അയം ലോക അസ്തി, ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. യജ്ഞസ്യ കുതോന്യക്കുരു സത്തമ,
അയജ്ഞസ്യ, ഈ യജ്ഞം ചെയ്യാത്തവർ, സാധനായജ്ഞം ചെയ്യാത്തവർ, കൃത്യനിഷ്ഠയും അതുപോലുള്ള കാര്യങ്ങളും കൃത്യമായി പരിശീലിക്കാത്ത ആളുകൾക്ക് എങ്ങനെ അവരുടെ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് അയജ്ഞനായിട്ടുള്ളൊരാൾക്ക് ബ്രഹ്മസനാതനം യാന്തി എന്ന് ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതയും അപമാനവും പ്രശ്നങ്ങളും അവർ വരുത്തിക്കൊണ്ടേയിരിക്കും. ഇത് ശരിയല്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ തന്നെ ശരിയല്ല. ഞാൻ പറയുന്നത്, ഒരു വീട്ടിൽ വളരെ ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് തോന്നുന്നു ഓഫീസിൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്നു. കാരണം വീട്ടിൽ തന്നെ മനസ്സ് വളരെ ഡിസ്റ്റേബ്ഡ് ആണെങ്കിൽ അയാളുടെ മൈൻഡ് ഡിസ്റ്റേബ്ഡ് ആയിട്ടാണ് ഓഫീസിലും പോകുക. ഓഫീസിൽ ഡിസ്റ്റേബ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്ക് വീട്ടിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുമോ? അവിടെ അയാൾ ഡിസ്റ്റേബ്ഡ് ആവും. പിന്നെ ഈ ലോകം മുഴുവൻ ഒരു അശാന്തിയുടെ അസ്വസ്ഥതയുടെ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അത് അല്പം ഒന്ന് വ്യത്യസ്തരായി സമാധാനത്തോടെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ നമുക്ക് മാനസികമായി നിലനിൽക്കാൻ സാധിക്കാൻ ഒന്ന് പ്രയത്നിക്കണ്ടേ? അതിനുവേണ്ടി ഒന്ന് മെനക്കെടണ്ടേ? അതാണ് കൃഷ്ണൻ പറയണത്. നിങ്ങൾ മൃതഭുജുക്കളായിട്ട്, അതായത് ഈ ഒരു ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ, ഏതാണ് ആ വരുമാനം? ചെയ്യുന്നുള്ള ആത്മസംതൃപ്തിയും മറ്റുള്ളവർക്ക് കിട്ടുന്ന ഉപകാരത്തിൽ നിന്ന് കിട്ടുന്ന അവരുടെ ആ സന്തോഷമുണ്ടല്ലോ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു വലിയ വരുമാനം. മറ്റതൊക്കെ നമുക്ക് മാസം മാസം ശമ്പളം കിട്ടും, അത് വരും പോവും. പക്ഷേ ഇത് നമുക്ക് കിട്ടുന്ന കൃതാർത്ഥതയുണ്ടല്ലോ, അത് ഒരിക്കലും നമ്മളിൽ നഷ്ടപ്പെടാത്തതാണ്. നമ്മൾ അങ്ങനെ പരിശീലിക്കണം. ഓരോ കുട്ടികളെയും പറഞ്ഞ് പരിശീലിപ്പിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആ ആത്മാർത്ഥമായ അർപ്പണം വരാൻ. നേരത്തെ പറഞ്ഞു, നിങ്ങൾ അതിനു വേണ്ടി കുറേ അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യനിഷ്ഠമായി പരിശീലിച്ചാലേ നിങ്ങൾക്ക് വീണ്ടും മനസ്സിനെ വളരെ കൃത്യനിഷ്ഠമായി തന്നെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുള്ളൂ. അപ്പം പരിശീലനം ഉണ്ടാകും. അപ്പം അങ്ങനെ അച്ഛനമ്മമാർ കുട്ടികളെ പരിശീലിപ്പിച്ചു കൊണ്ട് പോകുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ആ മനസ്സിൻ്റെ ഏകാഗ്രതയും അർപ്പണവും ആത്മലയവും ഇതൊക്കെ സാധിക്കുമ്പോഴാണ് നമ്മളിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള ശക്തിയും കരുത്തും ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. നമ്മൾ ദുർബലരല്ല, മോശക്കാരല്ല, കഴിവില്ലാത്തവരല്ല. അല്ലെങ്കിൽ ഈ കോംപ്ലക്സുകളൊക്കെ മനസ്സിലടിഞ്ഞുകൂടും. ഞാൻ എന്തോ അത്ര കഴിവുള്ള ആളല്ല, എനിക്കെന്തോ അത്ര ഒന്നിനും പ്രാപ്തിയില്ല, എനിക്കതിന് സാധ്യമല്ല, എനിക്കെന്തോ ഇതിന് പറ്റില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. നമ്മളങ്ങനെ കോംപ്രമൈസ് ചെയ്ത് നമ്മളെ ജസ്റ്റിഫൈ ചെയ്ത് നടക്കും. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാവും, നാം പരിവർത്തനം വരുത്തുകയാണെങ്കിൽ, കൃത്യനിഷ്ഠയോടെ നാം പരിശീലിക്കുകയാണെങ്കിൽ വലിയ മാറ്റം ബ്രഹ്മസനാതനം യാന്തി. അല്ലെങ്കിലോ ലോകം അസ്തി, ഈ ലോകം, ഈ ജീവിതം ഉണ്ട്, ജീവിക്കുന്നു എന്ന് പറയാം, പക്ഷേ ആസ്വാദനമില്ല, ചെറിയ സുഖങ്ങളൊക്കെ ഉണ്ടാവും, ആത്മസുഖമില്ല, ആത്മസംതൃപ്തിയില്ല, ആത്മകൃതാർത്ഥതയില്ല. അവസാനം അവരിൽ ഒക്കെ നമ്മൾ കാണുന്നത് ഈ ആത്മസുഖം വേണ്ടത്ര ഇല്ലാത്ത ആളുകൾ അതിനു വേണ്ടി അങ്ങനെ ജീവിച്ച് കുറേ കഴിഞ്ഞാൽ അവർക്ക് മാനസികമായ അസ്വസ്ഥതകൾ, ഞാൻ പറഞ്ഞില്ലേ, കുറേ കഴിഞ്ഞാൽ അവരങ്ങനെ അസ്വസ്ഥതയുടെ ലോകത്തിൽ അങ്ങനെ ചീത്ത വിളിച്ചും വെള്ളം വെച്ചും കുറ്റപ്പെടുത്തിയും അങ്ങനെ കുറേ കഴിഞ്ഞാൽ അത് തന്നെ ഒരു മാനസികാവസ്ഥയായി പിരിമുറുക്കങ്ങളായി മറ്റുള്ളവർക്ക് തലവേദനയായി മാറുമ്പോൾ പിന്നെ അവരെ സമൂഹം അങ്ങേയറ്റം ക്രൂശിക്കുന്നു, വേദനിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു. കാരണം താളം തെറ്റിച്ചു, അവർ മാനസികമായി താളം തെറ്റി. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും പഠിക്കേണ്ട ഒരു പാഠമാണ് കൃഷ്ണൻ പറഞ്ഞിരുന്നത്. താളം തെറ്റാത്ത ഒരു മനസ്സ് ഉണ്ടാകണം എന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ താളക്രമം ശരിയാക്കണം, ആ മനസ്സിൻ്റെ താളത്തെ റെഡിയാക്കണം. അതിന് ഗീതയും സാധനയും കൃത്യനിഷ്ഠമായി നാം കൊണ്ടു നടന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകം പോലും നമുക്ക് വെറും സുഖമാണ്, സന്തോഷമാണെന്നൊക്കെ പറയാം എന്നല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സുഖവും സന്തോഷവും കണ്ടെത്താതെ ജീവിക്കേണ്ടി വരും. എത്ര വലിയ സത്യമല്ലേ കൃഷ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, യജ്ഞശിഷ്ടാമൃതഭുജു, ഞാൻ യജ്ഞശിഷ്ടാമൃതം ഭുജിക്കുന്ന ആളായിത്തീരണം. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യമല്ല. ഇവിടെ യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രവൃത്തിയുടെ അതിൽ നിന്ന് കിട്ടുന്ന ആത്മസുഖവും ആത്മസന്തോഷവും മറ്റുള്ളവർക്ക് നമ്മളിലൂടെ കിട്ടുന്ന ഒരു ആത്മസുഖവും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു സന്തോഷവും, ഇതൊക്കെയാണ് യജ്ഞശിഷ്ടം എന്ന് നാം അറിയാം. അപ്പം നമ്മളിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന കനത്ത ഒരു വലിയ ഷെയ്ഡ് കിടക്കുകയാണ്. എനിക്കെല്ലാം അറിയാം, എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഞാനിങ്ങനെയായിപ്പോയി. അതൊരിക്കലും ന്യായീകരിക്കാൻ മനസ്സിന് സമ്മതിക്കരുത്. അതിന് പകരം
നമ്മൾ മനസ്സിനെ നിരന്തരം പറഞ്ഞ് പഠിപ്പിക്കുക. കുറച്ച് നേരം നാമത്തിൽ ലയിക്കൂ, നാമത്തിൽ ജപിച്ച് അങ്ങനെ ഏകാഗ്രമായിട്ടിരിക്കൂ. അങ്ങനെ മനസ്സിനെ കൊണ്ട് മനസ്സിൻ്റെ പിടുത്തത്തിൽ നിന്നും ക്രമേണ പിടുത്തം മാറ്റിക്കൊണ്ട് നാം കൃത്യനിഷ്ഠമായി സാധന അനുഷ്ഠിക്കുമ്പോൾ അതേത് നാമസ്മരണമായാലും ശരി, അതിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിനെ അർപ്പിക്കുമ്പോൾ നാം വിചാരിച്ചതിലപ്പുറം പരിവർത്തനം നമുക്ക് വരും എന്ന കാര്യത്തിൽ സംശയിക്കുകയേ വേണ്ട. ഇത് സത്യമാണ്. അന്യപന്ഥായനായ വിദ്യതേ എന്ന് നമ്മുടെ ഉപനിഷത്തുക്കളിൽ പറയുന്നത്, പുരുഷ സൂക്തത്തിലൊക്കെ പറയുന്നത് ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ്. അതായത് ആരും ഇവിടെ മോശക്കാരല്ല, എല്ലാവരും ശ്രേഷ്ഠന്മാരാണ്. പക്ഷേ ആ ശ്രേഷ്ഠത നമുക്ക് അനുഭവിക്കണമെങ്കിൽ സാധന ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. നിരന്തരമായ സാധന. ആ സാധന നിരന്തരമായി നമ്മൾ പരിശീലിച്ച് അവസാനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മമേഖലകളിലേക്കൊക്കെ ശരിക്കും മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ആസ്വദിപ്പിച്ചുകൊണ്ട് അങ്ങനെ സന്തോഷത്തോടുകൂടി അവനവൻ്റെ സാധന അനുഷ്ഠിക്കുക. വളരെ സന്തോഷവും കൃതാർത്ഥതയോടുകൂടി മറ്റുള്ളവരെ സഹായിച്ചും സേവിച്ചും, അതുപോലെ അങ്ങനെ പല ഡിസർവിങ് ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ സഹായിച്ച് അങ്ങനെ ജീവിതം അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നാം ആർജിച്ചെടുക്കുകയാണെങ്കിൽ ബ്രഹ്മസനാതനം യാന്തി. നിങ്ങൾ നോക്കൂ, എനിക്ക് ഈ ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ ഒരു ഉൾപ്പുളകം വരാറുണ്ട്. നാം കേട്ടിട്ടുണ്ടോ സാധാരണ മനുഷ്യന് പൂർണ്ണത പ്രാപിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈശ്വരത്വം പ്രാപിക്കാൻ പറ്റുന്നൊക്കെ? ഹിന്ദുമതം പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ ആരാവട്ടെ മനസ്സിനെ അർപ്പിക്കുക എന്നൊരു കർമ്മം മാത്രം ചെയ്താൽ ബ്രഹ്മസനാതനം യാന്തി എന്നാണ്. ബ്രഹ്മസനാതനം, സനാതനം ബ്രഹ്മപദം അവർക്ക് പ്രാപിക്കാൻ, യാന്തി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക, ഇപ്പം എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സങ്ങനെ അതിലേക്ക് കൂടുതൽ എടുക്കും തോറും ആ ഒരു പ്രകാശത്തിൻ്റെ ശക്തിയിൽ, അല്ലെങ്കിൽ ആ പ്രകാശത്തിൻ്റെ, പ്രകാശം എന്നൊക്കെ പറഞ്ഞാൽ ലൈറ്റല്ല, അറിവിൻ്റെ ആ സമർപ്പണത്തിൽ നിന്ന് കിട്ടുന്ന ആത്മസുഖത്തിൻ്റെ ആ വൈഭവത്തിൽ ആ മനസ്സിലുണ്ടാകുന്ന വലിയ പരിവർത്തനം അത് അനുഭവിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ വലിയ അനുഭവത്തിന് യോഗ്യരാണ്. ഡോണ്ട് സേ ദാറ്റ് ഐ ആം ദിസ്, ഐ ആം ദാറ്റ് എന്നൊക്കെ നമ്മളെ ഒരിക്കലും നമ്മൾ താഴ്ത്തി വയ്ക്കരുത്. നമുക്ക് വലിയ ശക്തിയുണ്ട്, വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും, പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കും. അതിലുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള ശക്തി നമ്മളിൽ അന്തർലീനമാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അത് അറിയാതെ പോകുന്നത് എന്തൊരു കഷ്ടമാണ് നോക്കൂ. എന്തൊരു പാപമാണ് നാം നമ്മളോട് ചെയ്യുന്നത്. വികസിക്കാൻ സാധിക്കുന്ന മനസ്സിനെ ഞെരുക്കി വയ്ക്കുക. പണ്ടൊരു യുവാവ് ഗുരുവിൻ്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, ഗുരു അങ്ങ് ത്രികാലജ്ഞാനിയല്ലേ, അങ്ങക്ക് എല്ലാ കാര്യങ്ങളും പറയാതറിയല്ലോ, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കൊച്ചു പക്ഷിയുണ്ട്, ജീവനുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹം പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ ജീവൻ നിശ്ചയിക്കുന്നത് നീയാണ്, നിൻ്റെ കയ്യിലാണ് അതിൻ്റെ ജീവൻ. അതുകൊണ്ട് അതിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നീ സ്വയം ചോദിച്ചാൽ മതി. കാരണം അദ്ദേഹം പറഞ്ഞു, നീ അതിനൊരു എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ നീ ഒന്ന് കഴുത്ത് ഞെരിച്ചാൽ അതിൻ്റെ ജീവൻ പോയി, നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അതിനെ കൊല്ലും. നീ ഞാൻ ജീവനില്ല എന്ന് പറഞ്ഞാൽ നീ അതിനെ തുറന്നു വിട്ട് അതിനെ വിടും. അപ്പോഴും നീ വിചാരിക്കും ഞാൻ തോറ്റുപോയിന്ന്. അപ്പം നീയല്ലേ തീരുമാനിക്കുന്നത് ജീവൻ വേണോ വേണ്ടേ എന്നുള്ളത്. എന്നതുപോലെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നാം പൂർണ്ണതയിലേക്ക് എത്തണോ അതോ പരിമിതികളിൽ കടന്നങ്ങനെ വിഷമിച്ച് സങ്കോചിച്ച് മുരടിച്ച് അങ്ങനെ ജീവിക്കണം. ഏത് വേണം? ചോയ്സ് ഈസ് അവേഴ്സ്. കൃഷ്ണൻ പറയുന്നു, നിങ്ങൾ ശരിയായ സ്റ്റെപ്പ് എടുത്താൽ മഹാനായിത്തീരാം. ഏതാണ് ആ ശരിയായ സ്റ്റെപ്പ്? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേദവ്യാസ കവിത